നിതിൻ രാജിന്റെ ആത്മഹത്യ ഒരു വലിയ സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ് ചാനലുകളെല്ലാവരും കൂടിയിട്ട്. പിന്നെ കുറെ പിള്ളേരും കൂടിയിട്ടുണ്ട്. ആ അധ്യാപകന്മാരെ തൂക്കിക്കൊല്ലണം അല്ലേ? ഇതല്ലേ നിങ്ങളുടെ ആഗ്രഹം? എന്തിനാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? വെറുതെ ഒരു ചാൻസ് കിട്ടി, അത് വെച്ചങ്ങ് അലക്കുകയാണ്. ആ അധ്യാപകൻ ജാതി വിവേചനം കാണിച്ചു കാണുമായിരിക്കും. പക്ഷേ നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ്? അത് അവന്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. അതിന് വെറുതെ അധ്യാപകനെ കുറ്റം പറയണ്ട. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഒന്ന്, ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അധ്യാപിക ലതാ ശശിധരന്റെ പേര് ലോൺ ആപ്പിലേക്ക് നിതിൻ രാജ് നൽകി എന്നതാണ് അടിസ്ഥാനപരമായ കാരണം. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ലോൺ ആപ്പിൽ നിന്നും നിരവധി തവണ ഫോൺ കോളുകൾ വരുന്നു. അതൊരു ശല്യമായി തുടർന്നതിനെ തുടർന്ന് നിതിൻ രാജിനെ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയും പ്രിൻസിപ്പലിന്റെ സാന്നിധ്യത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് വിശദാംശങ്ങൾ ആരായുകയും ചെയ്തു. അവിടെ വെച്ച് പ്രിൻസിപ്പൽ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്ന സംശയമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും സഹോദരി. ഈ വ്യക്തി, ഈ ചെറുക്കൻ, അവൻ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തു. ഈ ലോൺ ആപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. ഒരു മാസം 8-10% പലിശ മേടിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. 10,000 രൂപയ്ക്ക് ലോൺ എടുക്കുന്നു. ആ 10,000 രൂപ ലോൺ എടുക്കുമ്പോൾ ഇവർ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവനെ മാക്സിമം പിരികേറ്റിട്ട് ഇപ്പം തരാമെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് അവസാനം അത് കൊടുക്കുമ്പോൾ 8,000 രൂപ 8,500 രൂപ കൊടുക്കുകയുള്ളൂ. ഇവനറിയാതെ തന്നെ അവൻ്റെ മൊബൈൽ ഫോണിൽ ചില സ്ഥലങ്ങളിൽ ക്ലിക്ക് ചെയ്ത് 14,000-15,000 രൂപ കൊടുക്കാം എന്ന് അവിടെ എഗ്രി ചെയ്യുകയാണ്. ഇവർ ഈ മൊബൈൽ ഫോണിലായതൊന്നും ശ്രദ്ധിക്കില്ല. എന്നിട്ട് കിട്ടുക കയ്യിൽ 8,000 രൂപ, 3 മാസം കൊടുക്കേണ്ട കാശോ 14,000 രൂപ. എത്ര % ഇൻട്രസ്റ്റ്? ഇതൊന്നും ആരും അറിയുന്നില്ല. എന്നിട്ട് ലോൺ എടുത്തിട്ട് കാശ് അടയ്ക്കാൻ തുടങ്ങുന്നു. പറയുന്നത് എന്താണ്? എനിക്ക് 8,500 അല്ലേ തന്നുള്ളൂ, അല്ലെ 8,000 അല്ലേ തന്നുള്ളൂ, ഞാൻ 10,000 അടച്ചല്ലോ, ഇൻട്രസ്റ്റും കൂടി അടച്ചില്ല. പക്ഷേ ഇവൻ തന്നെ എഗ്രി ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, ഞാൻ 14,000 രൂപ കൊടുത്തോളാമെന്ന്. ഏകദേശം 80% പലിശ കൊടുക്കാമെന്ന് ഇവൻ തന്നെ സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനൊരു ലോൺ ആപ്പും കൊണ്ട് വരുമ്പോൾ, അങ്ങനെ ലോൺ എടുക്കാമെന്ന് പറയുമ്പോൾ അതിന് സമ്മതിച്ച ആ അപ്പനും അമ്മയും എന്താണെന്ന് ആരും ഒന്നും പറയാത്തത്? ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും അവർക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല എന്നുള്ളത്. ഇവിടെ ബാങ്കുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ, സീനിയേഴ്സ് ഉണ്ടല്ലോ, ഇവന് അങ്കിൾമാർ കാണുമല്ലോ, ആരോടെങ്കിലൊക്കെ ചോദിക്കാമല്ലോ, ഇങ്ങനെ ഒരു ലോൺ എടുക്കാവോ, ശരിയാണോ, ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷം വരുമോ, പെട്ടെന്ന് ഇങ്ങോട്ട് ലോൺ തരികയാണ്, എന്തെങ്കിലും ഗുലുമാൽ ഉണ്ടാവുമോ എന്നൊന്ന് ചോദിക്കുന്നതിന് എന്താണ്? അപ്പോൾ എടുത്തു ചാടി ലോൺ എടുക്കുന്നു. ഞാൻ പറയുന്നത് ഇവന്റെ ബാങ്ക് റെക്കോർഡുകൾ ചെക്ക് ചെയ്യണം. ഇത് ഇവന്റെ ആദ്യത്തെ ലോൺ അല്ല, ഇതിനു മുമ്പും ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവന്റെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് അതിനെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. പണ്ടൊരു വേമുല, ഞാൻ അവന്റെ ഫുൾ പേര് ഓർക്കുന്നില്ല, JNTUവിൽ ഒരുത്തൻ ആത്മഹത്യ ചെയ്തല്ലോ, ജാതിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്. അവൻ ആത്മഹത്യ ചെയ്ത കാര്യം വേറെയായിരുന്നു, അവന്റെ പേഴ്സണൽ പ്രോബ്ലം ആയിരുന്നു. പക്ഷെ അതും ആ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകളെല്ലാം കുറെ നാളത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. അവന്റെ അമ്മ കേരളത്തിൽ വരെ പ്രചരണം നടത്താൻ വന്നായിരുന്നു ഇലക്ഷന്റെ സമയത്ത്. എന്നിട്ട് എന്തായി? ഇവിടെയും ഇതുപോലെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. വെറുതെ ഒരു അധ്യാപകന്റെ നേരെ, അല്ലെ കുറെ അധ്യാപകർക്ക് നേരെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അധ്യാപകൻ പറഞ്ഞു കാണുമായിരിക്കാം, അതിനെക്കുറിച്ച് വേറൊരു കേസ് ചാർജ് ചെയ്യുക, അന്വേഷിക്കുക. പക്ഷെ അതോടൊപ്പം തന്നെ ഈ നിതിൻ രാജ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുകൂടി അന്വേഷിക്കണം. നിതിൻ രാജ് പോയി അവന്റെ തല വെച്ചു കൊടുത്തു ലോൺ ആപ്പ് കമ്പനിയിൽ. പിന്നെ ജാതി വിവേചനത്തെക്കുറിച്ച് ഞാനും കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ജാതി വിവേചനം ഉണ്ടാവും, അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആരാണ് ഇവിടെ ജാതി വിവേചനം ഫേസ് ചെയ്യാത്തവരുള്ളത്? നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ദ്രൗപദി മുർമു, ഇതിനു മുമ്പത്തെ പ്രസിഡന്റായ KR നാരായണൻ, ഇവരൊക്കെ അധികൃത സമുദായത്തിൽപ്പെട്ടവരല്ലേ? അവരാരും ജാതി വിവേചനം നേരിട്ടിട്ടില്ലേ? ഉണ്ടല്ലോ. എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ശ്രീ KR നാരായണൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞിട്ട് പോലും നമ്മുടെ കേരളത്തിലുള്ളവരൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങേര് കീഴ്ജാതിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് പോലും നേരിട്ട കാര്യമാണ്. പിന്നെ എനിക്ക് കുറെ പേരെ അറിയാം, എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തവരുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ജോലി സ്ഥലത്തും പഠിച്ചിരുന്ന സമയത്തും ഒക്കെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിലൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ചോദിക്കായിരിക്കും ചെറിയ തോതിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓരോരുത്തരും മനസ്സിലെടുക്കുന്ന രീതി അനുസരിച്ചിരിക്കും. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്നവര്, ലംസം ഗ്രാൻഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ, അല്ലെങ്കിൽ ജോലിക്ക് റിസർവേഷൻ ഉള്ളവര്, ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഇവർക്ക് ഇങ്ങോട്ട് കൺസെഷൻ കിട്ടി വരുമ്പോൾ തീർച്ചയായിട്ടും കിട്ടാത്ത കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത അധ്യാപകർ ഇവരെന്തെങ്കിലുമൊക്കെ കമന്റ് പറഞ്ഞെന്നിരിക്കും. ഇവൻ കോട്ടയിൽ കയറി വന്നവനാണ്, അല്ലെങ്കിൽ ഇവൻ അവിടുത്തെ ഗവൺമെന്റിന്റെ അനുഗ്രഹം കൊണ്ട് കയറി വന്നവനാണ്, അവനെ ചിലപ്പോൾ അംബേദ്കർ എന്നൊക്കെ കളിയാക്കി എന്നൊക്കെ ഇരിക്കും. ഇതൊക്കെ ഉള്ളതാണ്. ഇതൊന്നും അങ്ങനെയൊന്നും തുടച്ചു നീക്കാനൊന്നും പറ്റില്ല. എന്തുമാത്രം കുട്ടികളെ പഠിച്ച് വളർന്ന വലിയ ആളുകളായിട്ട് വരുന്നു. അത് ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ ഇന്ത്യൻ പ്രസിഡന്റുമാര്. അവരിങ്ങനെ വിവേചനം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ എവിടെയെങ്കിലും എത്തുമായിരുന്നോ? ഈ ഒരു പ്രശ്നം പറഞ്ഞ് എത്ര പേര് ഇങ്ങനെ ആത്മഹത്യ ചെയ്യണമായിരുന്നു അങ്ങനെയാണെങ്കിൽ? അപ്പോൾ ഇതൊക്കെ വേറെ ഓരോ മാനസിക പ്രശ്നങ്ങളാണ്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരല്പം കൂടുതലായിട്ട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ അധ്യാപകർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിച്ചാൽ, ചില അധ്യാപകരൊക്കെ ചെറിയ തോതിലൊക്കെ ഓരോ ഉപദ്രവമൊക്കെ ചെയ്യും.
അത് അപ്പോൾ തന്നെ മറ്റുള്ള അധ്യാപകരുമായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുമായിട്ട് സംസാരിച്ചോ ഒക്കെ ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. അതല്ലാതെ ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്നെ ഒരു കൊല്ലു എന്ന് പറഞ്ഞു, എന്നെ ഒരു തല്ലു എന്ന് പറഞ്ഞു. നിതിൻ മോനെ, നിന്റെ കാല് തല്ലി ഒടിക്കും എന്നൊരു സാറ് പറഞ്ഞു. ഒരു സാറിനെ കൊണ്ട് അങ്ങനെ സാധിക്കും? ഒരു അധ്യാപകനെ കൊണ്ട് ഒരു സ്റ്റുഡന്റ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാല് തല്ലി ഒടിക്കാൻ ഈ നമ്മുടെ കേരളത്തിൽ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇങ്ങനെയൊക്കെ സുഹൃത്തുക്കളോട് കഥ പറഞ്ഞു, അതിന്റെ ഓഡിയോ റെക്കോർഡിങ് പലർക്ക് അയച്ചു കൊടുത്തു. ഇതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും ഒരു അധ്യാപകനും കാല് തല്ലി ഒടിക്കുന്ന സ്ഥലമൊന്നും അല്ല നമ്മുടെ കേരളം. ഇതുപോലെ യു.പിയിലോ ബീഹാറിലോ ഒക്കെയാണ് നടന്നിരിക്കും. പക്ഷെ ഇവിടെ നടക്കില്ല. നീ പിന്നെ ആരോടെ എക്സ്ക്യൂസ് പറയുന്നത്? നീ ഓരോ കഥയുണ്ടാക്കി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. അത് നിന്റെ അപകർഷതാബോധം കൊണ്ട്. നീ ഒരു പക്ഷേ മരിക്കാൻ പ്ലാൻ ചെയ്യുമായിരുന്നായിരിക്കാം. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു സൂയിസൈഡ് ബോംബറായിട്ട് കുറെ പേരെ കൂടെ ഉപദ്രവിച്ചിട്ട് പോകണം എന്നുള്ളത് നിന്റെ ആഗ്രഹം. അതല്ലേ നീ ചെയ്തത്? ഈ ലോൺ ആപ്പിനെ കുറിച്ച് 1-2 കാര്യങ്ങളോട് ഞാൻ പറയാം. ലോൺ ഒരു ഇൻസ്റ്റാൾമെന്റ് മുടങ്ങി കഴിഞ്ഞാൽ അവരാരും ആരുടെയും വീട്ടിലൊന്നും വരത്തില്ല. ഈ ബ്ലേഡ് ലോണിന്റെ കാര്യം ഞാനീ പറയുന്നത്. ഇവർ ഫോണിൽ കൂടിയാണ് ഇവന്മാരുടെ സകല പരിപാടി. ഇവർ ഫോണിൽ നിന്ന് കോൺടാക്ട് നമ്പർ മുഴുവൻ എടുക്കും. ഒഫീഷ്യലി പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് നമ്മുടെ കോൺടാക്ട് നമ്പറെല്ലാം എടുക്കുന്നത്. അതിൽ നമ്മൾ കൂടുതൽ വിളിച്ചിട്ടുള്ള നമ്പർ അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പറായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ചില നമ്പറുകൾ, അതൊരു പക്ഷേ സാറന്മാരുടെ നമ്പറായിരിക്കാം, പേരൻസിന്റെ നമ്പറായിരിക്കാം. ഈ നമ്പരൊക്കെ എടുത്ത് ഈ ലോൺ കളക്ടിങ് ഏജന്റുമാര്, ഇവന്മാരൊക്കെ വെറും തറ ആൾക്കാരാണ്. അവർക്ക് വേറെ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അവന്മാർ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതായത് തെറി പറഞ്ഞ് ചീത്ത പറഞ്ഞ് മാത്രം കാശ് കളക്ട് ചെയ്യുക. അവർക്ക് വേറൊരു തന്ത്രം കൂടിയുണ്ട്. 1-2 തവണ ചോദിക്കും, കൊടുത്തില്ലെങ്കിൽ അവന്മാരുടെ അടുത്ത പരിപാടി ഉണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് വൻതോതിൽ അവന്മാർക്ക് കാശ് കിട്ടുന്നുണ്ട്. അവരെന്ത് ചെയ്യും? ഈ ചില അശ്ലീല ചിത്രങ്ങളുടെയൊക്കെ ക്ലിപ്പ് എടുത്തിട്ട് അതിനെ മോർഫ് ചെയ്തിട്ട് അങ്ങനെ അവന്മാർ ഇവർക്ക് അയച്ചു കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ആ ടീച്ചറിന്റെ അവസ്ഥ. ഒരു ലേഡി ടീച്ചർ ഇതുപോലത്തെ കോളുകൾ ഫേസ് ചെയ്യുകയാണ്, അശ്ലീല വാക്കുകൾ കേൾക്കുകയാണ്. അതുപോലെ അവരുടെ മോർഫ് ചെയ്ത പിക്ചർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നെങ്കിലോ? അതല്ലെങ്കിൽ ഇതുപോലെ വേണ്ട, അത് വരണ്ട. ഇനി അത് വന്നില്ലെങ്കിൽ പോലും അനാവശ്യമായിട്ട് ചീത്ത കേൾക്കുക ഒരു ടീച്ചർ. അവരുടെ വിധി എന്താണ്? അവർ ഇന്ന് ആ പ്രിൻസിപ്പലിനോട് പറഞ്ഞു കാണും. അവർ പിന്നെ എന്താ ആക്ഷൻ എടുക്കണം? ഇവനെ വിളിച്ച് വഴക്ക് പറയല്ലാതെ, അല്ലെ ഇവനെ ഇടീറ്റ് എന്ന് വിളിച്ചു, പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ ഒരു ലോൺ എടുത്തിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കി കാശടയ്ക്കാൻ വേണ്ടിയിലോട്ട് ഇല്ലതാനും പ്രശ്നം ഫേസ് ചെയ്ത ആ ടീച്ചർമാർ അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൽ ചീത്ത കേട്ടത് മുഴുവൻ അവര്. അപ്പോൾ എന്തൊക്കെ ആ ടീച്ചറിന്റെ മൊബൈൽ ഫോണിലേക്ക് വന്നു എന്നുള്ള കാര്യം അവരോട് സമാധാനമായിട്ട് ചോദിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും, കാര്യങ്ങളൊക്കെ പുറത്തു വരും. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളുടെ വീട്ടിലാണെങ്കിലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇത് കണ്ടമാനമാണ്. ഇതൊക്കെ തടയിടാനായിട്ട് ഗവൺമെന്റാണ് ആക്ഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ വെറുതെ ഈ സാർമാരെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഈ ഒരാഴ്ച പ്രത്യേകിച്ച് കേരളത്തിൽ ന്യൂസ് ഒന്നുമില്ല. ഈ കുറെ പിള്ളേർ ഇങ്ങനെ സമരമൊക്കെ ആയിട്ട് നടക്കും. മീഡിയ ചാനലുകാർ അതിന്റെ പുറകെ ക്യാമറ തള്ളിക്കൊണ്ട് നടക്കും. യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ പോലീസിനെ അനുവദിക്കുക. അല്ല നിങ്ങളാരും ഇവിടെ കിടന്ന് ബേളം വെച്ചിട്ട് കാര്യമില്ല. ഇമോഷണൽ ആയിട്ട് ചാനൽ ചർച്ച നടത്തിയിട്ട് കാര്യമില്ല. അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രിൻസിപ്പൽ വിനോദ് അറിയിക്കുന്നത്. നിതിൻ രാജിന്റെ ഫോൺ അവിടെ വാങ്ങിവെച്ചു എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ലതാ ശശിധരന് അത്രമാത്രം ഫോൺ കോളുകളും പ്രയാസങ്ങളും ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് റൂമിലേക്ക് വിളിപ്പിച്ചതും വിശദാംശങ്ങൾ അന്വേഷിച്ചതും എന്നും പ്രിൻസിപ്പൽ ആവർത്തിക്കുന്നു. ഇതിന്റെ അന്ന് ആ ഒരു പരാതി വന്നതെന്ന് പറഞ്ഞാൽ മാഡം തന്ന പരാതിയുടെ പേരിലാണ്. മാഡം വ്യക്തമായ പരാതി തന്നിരിക്കുന്നത്. അതിന്റെ പ്രൂഫ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിനും അറിയാം.